ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LIC ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ LIC പരിസരത്ത് നടന്ന പരിപാടിയിൽ ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷത വഹിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, LIC ക്ലാസ് 3, 4 തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 100% വർദ്ധിപ്പിച്ച യൂണിയൻ സർക്കാർ നടപടി പിൻവലിക്കുക, LIC പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LIC ജീവനക്കാരും 2026 ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കും. പണിമുടക്കിന് മുന്നോടിയായി ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാർ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. LIC എംപ്ലോയീസ് യൂണിയൻ, സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് നടന്ന പ്രകടനത്തിന് AD പൂർണിമ, R അർജുൻ, ഗോവിന്ദ് മേനോൻ, TC ബസന്ത് എന്നിവർ നേതൃത്വം നൽകി. SET-IEF ജോയിന്റ് സെക്രട്ടറി IK ബിജു സംസാരിച്ചു. ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 9ാമത്തെ പണിമുടക്കാണ്. ഈ പണിമുടക്കിൽ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നുള്ള. ലേബർ കോഡുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയതിന് ശേഷമുള്ള 5ാമത്തെ പണിമുടക്കാണ്. ലേബർ കോഡുകൾ നമുക്കറിയാം, 2019 വേജസ് കോഡ് പാസ്സാക്കി, 2020 കോവിഡിന്റെ സമയത്ത് പ്രതിപക്ഷ കക്ഷികൾ സഭ ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിലാണ് ലേബർ കോഡുകൾ ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ളത്. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇലക്ഷൻ ഓഫീസിലേക്ക് ബഹുജന